ഇറങ്ങിയത്. അദ്ദേഹം ഇറങ്ങിയപ്പോൾ കുറേ അടിയിൽ മഴവെള്ളത്തിൻ്റെ ഒക്കെ മറ്റേ വെള്ളപ്പൊക്ക സമയത്തൊക്കെ ഉണ്ടായ മരത്തടിയിൽ അങ്ങനെയുള്ള മരക്കഷ്ണങ്ങളൊക്കെ കിടക്കുന്നതുകൊണ്ട് പുള്ളിക്കും തിരയാനായിട്ടൊരു ബുദ്ധിമുട്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ പുറമേ നിന്ന് സ്കൂബ ഡൈവിങ് ടീമിൽ വന്ന് അവരുടെ കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ അവർ വന്നു കഴിഞ്ഞാൽ എത്രയും വേഗം ഒന്നും കൂടി നോക്കി മാക്സിമം പരിശ്രമിക്കുന്നുണ്ട് നമ്മൾ. അത് കണക്കങ്കടവാണ്. ഓ അതെ അതെ അതെ, സഹായകരമാണ്. പക്ഷേ വെള്ളം കലക്കലായതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട്. കാലാവസ്ഥയുടെ പ്രശ്നം, പിന്നെ വെള്ളം കലങ്ങി കിടക്കണോണ്ടേ വെള്ളം തെളിഞ്ഞ അടിയിലേക്ക് നോക്കിയൊന്നും കാണാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു അവസ്ഥയാണ്. പിന്നെ ഈ പാലത്തിന്റെ അടിയിലായതുകൊണ്ട് വേറെ മറ്റേ മരങ്ങളൊക്കെ വന്ന് അടിഞ്ഞിട്ടുണ്ട്, അതുകൊണ്ട് മുങ്ങാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. മറ്റേ മണ്ണെടുത്തതിന്റെ പ്രശ്നമല്ല, ഇത് പാലത്തിന്റെ ആഴം ഒരു 4 ആൾക്കുള്ള വെള്ളമുള്ളൂ. അന്തരീക്ഷത്തിന്റെ പ്രശ്നമാണ്. ആഴക്കുറവാണ്. ഉണ്ട് ഇവിടെ മുളക്കാടുകളാ ചുറ്റും. പക്ഷെ അത് ഒഴുക്കുണ്ടായെങ്കിലും ഒരു പക്ഷേ കുട്ടി ചിലപ്പോൾ അരി പിടിച്ച് എങ്ങാനും വന്നേനെ. പക്ഷെ അതും നടന്നിട്ടില്ല, അങ്ങനെ ഉണ്ടായിട്ടില്ല. ഇവരെല്ലാം ആ സൈഡ് 2 സൈഡും നോക്കി, പക്ഷെ 2 സൈഡിലും അങ്ങനെ ഒരു സംഭവമില്ല. അപ്പോൾ നമ്മളെല്ലാവരും ഊഹിക്കുന്നത് കീഴെ തന്നെ ഒന്നുണ്ടാവുമെന്നൊരു ഇതിലാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പുറമേ നിന്ന് ഒരാൾ വന്ന് നമുക്ക് വേണ്ടി ആൾ സജ്ജമായിട്ട് റെഡിയായിട്ട് ഇറങ്ങിയത്. പക്ഷേ ഇറങ്ങിയപ്പോൾ അദ്ദേഹത്തിന് എടുക്കാനുള്ളൊരു നോക്കാനുള്ള ഒരു സെർച്ച് ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ടാണ്. അത് വെള്ളം കലങ്ങി കിടക്കണു, പിന്നെ ഈ പറഞ്ഞ പോലെ മരത്തടികൾ, ചെളി പ്രശ്നം, ഇതെല്ലാം കൂടി ആയതുകൊണ്ട് സർച്ചിങ്ങിന് നല്ലോണം അത് ഒരു ബാധകമായിട്ട് വരുന്നുണ്ട്. അതെ അതെ, ഞങ്ങൾ ഇത്ര അടിയൊഴുക്കില്ല, ഷട്ടർ ക്ലോസ് ചെയ്തുകൊണ്ട് ഇപ്പൊ അടിയൊഴുക്കില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടെ തന്നെ കൊച്ചു വീട്ട സാധ്യത കുറവാ. ഇല്ലില്ല, അത് ഏകദേശം കുറച്ച് ദൂരം ഉണ്ട്, ഒരു 7-8 കിലോമീറ്ററോളം ഉണ്ട്. അത് ഇല്ലില്ല, അങ്ങോട്ട് പോവില്ല. പോവാണെങ്കിൽ ഈ ഭാഗത്തേക്ക് തന്നെ പോകുള്ളൂ. പ്രതിസന്ധി വെട്ടത്തിന്റെ പ്രശ്നമാണ്. നിതിൻ അംബുജൻ കൂടി നമ്മോടൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, അവിടെ ഈ തിരച്ചിലിനായി മത്സ്യത്തൊഴിലാളികളടക്കം എത്തുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അവരുടെയൊക്കെ സഹായം പോലീസ് തേടുന്നുണ്ട്. കാരണം ഈ ഘട്ടത്തിൽ അങ്ങനെ പെരിയാറിനെ അറിയുന്ന, പുഴയെ നന്നായി അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ അതിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന പരിശോധിക്കാനും തിരച്ചിൽ നടത്താനൊക്കെ പറ്റുള്ളൂ. കാരണം പ്രതികൂലമായ കാലാവസ്ഥയാണ്, അടിയൊഴുക്കുണ്ടാകാം, കാരണം കലക്ക് വെള്ളമൊക്കെ വരുന്ന സമയമാണ്, മഴയായതുകൊണ്ട് തന്നെ. അപ്പോൾ എന്താണ് അവിടുത്തെ സാഹചര്യം? പ്രജിൻ, മൂഴിക്കുളം പാലത്തിൽ നിന്ന് തെരച്ചിൽ ഇപ്പോൾ ഏതാണ്ട് മണിക്കൂറുകളായി ആരംഭിച്ചിരിക്കുന്നു. നമുക്കറിയാം, മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട തെരച്ചിൽ നേരത്തെ തന്നെ ആരംഭിച്ചിരുന്നു. പക്ഷേ നേരത്തെ പ്രജിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ ഏതാനും നേരമായി തുടരുന്ന കനത്ത മഴ, അതോടൊപ്പം തന്നെ രാത്രി ഏറെ വൈകി, ഇതെല്ലാം തന്നെ വലിയ പ്രതിസന്ധിയാണ് സൃഷ്ടിക്കുന്നത്. ഈ പാലത്തിന് മുകളിൽ ഇപ്പോൾ നമുക്ക് കാണാം, ഈ ഒരു നാടൊന്നാകെ തന്നെ ഈ ഒരു കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിലായി ഇറങ്ങിയിരിക്കുകയാണ്. ഈ പ്രദേശം ഏറ്റവും അറിയുന്ന നാട്ടുകാർ അടക്കം ഇവിടെ രംഗത്തുണ്ട്. നമുക്കറിയാം, ഈ ഒരു സ്ഥലം എന്ന് പറയുന്നത് മൂഴിക്കൽ പാലമാണ്. തൊട്ടപ്പുറം മാളയിലേക്കുള്ള പാതയാണ്. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ ജനവാസ മേഖല എന്ന് തന്നെ പറയാം. രാവിലെയും വൈകിട്ടുമായി നിരവധി ആളുകളെല്ലാം തന്നെ ഈ പരിസരത്ത് ഉണ്ടാകാറുണ്ട്. എന്തായാലും ഈ പോലീസിന്റെ വിവരം ലഭിച്ചതിനെ തുടർന്ന് നാട്ടുകാരടക്കം ഇവിടെ പരിശോധനയ്ക്ക് ഇറങ്ങിയിരുന്നു. ഈ പരിശോധനയ്ക്ക് ഇറങ്ങിയ സംഘം ഇപ്പോൾ എന്നോടൊപ്പം ചേരുന്നുണ്ട്. എത്ര മണിയോടുകൂടിയാണ് പോലീസിന് ഈ വിവരം ലഭിച്ച പരിശോധന? ഏകദേശം ഒരു 10 മണിയായിട്ട് നമ്മൾ ഇറങ്ങുന്ന സമയത്ത് 10 മണിയുടെ അടുത്തായിട്ടുണ്ട് ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ. നമ്മൾ എന്തായിരുന്നു പുഴയിൽ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെയാണ്? കനത്ത മഴയുണ്ട്, ഒന്നും കാണാൻ പറ്റില്ല.